ഇന്ന് നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വെൽക്കം ടു സേറാസ് എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സ്. എല്ലാവർക്കും സേറാസ് എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത് കറിവേപ്പില ചീരയാണ് ഞാനിവിടെ തോരൻ വെക്കാൻ എടുത്തിരിക്കുന്നത്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു മായമൊന്നും ചേർക്കാത്ത നല്ല ചീരയാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാ. വെള്ളമൊക്കെ ഇതൊന്ന് കൊട്ടിക്കളഞ്ഞാൽ മതി, വെള്ളം അങ്ങ് പൊക്കോളും. അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് ഓരോ ഇതളങ്ങ് എടുത്തിട്ട് ഊർത്തിയെടുക്കണം. അപ്പം സാധാരണ ഇതിൽ എട്ടുകാലിയൊക്കെ വല നെയ്ത് ഇങ്ങനെ ചുക്കിരി കൂട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് എടുത്ത് വൃത്തിയാക്കി എടുത്താൽ മതിയാവും. അപ്പം ഞാനിവിടെ കഴുകി നല്ല വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തോരൻ വയ്ക്കാം. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് തരം ചീരയുണ്ട്. അതായത് കറിവേപ്പില ചീര, സാമ്പാർ ചീര, അപ്പോൾ എല്ലാത്തിൻ്റെയും പേര് ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇതിനൊക്കെ പല സ്ഥലത്തും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വേറെ വല്ല പേരും ഉണ്ടെങ്കിൽ ഒന്ന് കമൻസ് ഇട്ടാൽ മതി, നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഊർത്തിയെടുത്തിട്ട് ഇത് ചെറുതാക്കി അരിഞ്ഞ് കൊണ്ടുവരാം. ഈ ചീര പിന്നെ പൊതുവെ എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള തോരൻ വെച്ച് കൂട്ടാൻ പറ്റിയ നല്ലൊരു ചീരയാണ്. കാരണം ഇത് നമ്മൾ തോരൻ വെച്ച് കഴിഞ്ഞാലും ഇങ്ങനെ വേറിട്ട് കിടക്കും, ഒരുപാടങ്ങ് കുഴഞ്ഞിരിക്കത്തില്ല. ഇപ്പം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും മറ്റ് പല ചീര തോരനും ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ അത് കുഴഞ്ഞിരിക്കും. പിന്നെ നല്ല ഹെൽത്തിയാണ്. അത് നമ്മൾ പച്ചക്കറികൾ ഉൾപ്പെടുത്തേണ്ടതുകൊണ്ട് നമ്മൾ കഴിക്കും. പക്ഷേ എന്നിരുന്നാലും ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അവർക്ക് കൊടുക്കുമ്പോൾ അവരിത് കഴിച്ചോളും. ഇതിൻ്റെ ഒരു കമപ്പോ അങ്ങനെയൊന്നും വരത്തില്ല. ഇതിങ്ങനെ നമ്മുടെ സ്ഥലത്തൊക്കെ കുറ്റി കുറ്റിയായിട്ട് വളർന്നു വരും. ഇത് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ കുറ്റി കുറ്റിയായിട്ട് അതിങ്ങനെ വന്നോളും. അപ്പം ഉണ്ടായി വരുമ്പോൾ ഇതിൻ്റെ ഇളം തണ്ട് നോക്കിയിട്ട് ഒടിച്ച് ഇളം തണ്ടും ഇലയും കറി വയ്ക്കാനെടുക്കാം, തോരൻ വയ്ക്കാനെടുക്കാം. അപ്പം ഒടിച്ചു കൊടുത്താൽ നെക്സ്റ്റ് ടൈം അതിങ്ങനെ വീണ്ടും കിളുത്ത് വരും. അപ്പം നമുക്ക് വീണ്ടും അത് തോരൻ കറിക്കായിട്ട് ഉണ്ടാകും. ഞാനിപ്പോൾ ഇവിടെ എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിന് ചേർക്കുന്നത് ഈ ഇലയുടെ കൂട്ടത്തിൽ ഞാൻ ഇതുപോലൊരു വലിയ സവാള കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഒപ്പം ഒരു പച്ചമുളക് കീറിയിടുന്നു, അത്രയേ ഉള്ളൂ. കുഞ്ഞാക്കി അരിയുന്നില്ല, കാരണം ഇലയും മുളകും എല്ലാം കൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. മക്കളൊക്കെ എടുത്ത് കടിച്ചു പോയാൽ പിന്നെ വല്ലാതെ എരിവൊക്കെ ആവും. അപ്പോൾ അതിൻ്റെ പകരം ഒരെണ്ണം മുളക് കീറിയിടുന്നു. ഒരു അരമുറി തേങ്ങ ഒതുക്കിയെടുക്കാനായിട്ട് എടുക്കുന്നു. അതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് 2 നുള്ള് ചെറുജീരകം കൂടെ ചേർത്ത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കരുത്. ജസ്റ്റ് ഒന്ന് അരകല്ലിൽ വെച്ചായിട്ട് അരച്ചെടുക്കുന്നത്. മിക്സിയിൽ ജാറിലിട്ട് അടിക്കുമ്പോൾ നമ്മൾ ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോവും. അപ്പോൾ അത് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് എളുപ്പമാണെങ്കിൽ പോലും ടേസ്റ്റ് എപ്പോഴും തോരൻ കറിക്കൊക്കെ ഇങ്ങനെ അരകല്ലിൽ അരച്ചെടുക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. അപ്പം ഞാനത് അരച്ചുകൊണ്ട് വരട്ടെ. കണ്ടില്ലേ, ഇതുപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്, ഒന്ന് ഒതുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഒരു ചീനിച്ചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ചൂടാകട്ടെ. എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടി വരുമ്പോൾ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. തേങ്ങ ആദ്യം ഒന്ന് വറുത്തല്ല, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത് യോജിപ്പിച്ചിട്ടാണ് ഇല ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് പരിപാടി കഴിയും. തോരൻ കറിക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ. അപ്പം ചിലരിത് ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ആവിയേറ്റ് വേവിക്കും. ഞാൻ പക്ഷേ ഇതൊന്ന് ആദ്യം ഈ തേങ്ങയൊന്ന് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇനി ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പൊത്തി അടപ്പടച്ച് വയ്ക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നു. തേങ്ങ അത് മതി, ഇളക്കിയെടുത്ത് ഡ്രൈ ആക്കിയത്. തേങ്ങയും കൂടി ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുകയാണേ. എന്നിട്ടൊന്ന് അടുപ്പിച്ച് ഒതുക്കി വെച്ചിട്ട് ഒരു അടപ്പ് കൊണ്ട് അടച്ചൊരു 10 മിനിറ്റ് നേരം നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ നോക്കൂ, നമ്മുടെ ഇലത്തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വേറിട്ട് കിടക്കുന്നു. അതുപോലെ തന്നെ കുഴഞ്ഞൊന്നും ഇരിക്കുന്നില്ല, നല്ല വേറിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ കുറച്ച് കൂട്ടിയിടുന്നതുകൊണ്ട് ഇതിന് കമർപ്പൊന്നുമില്ല. ഇനി ചീരയാണല്ലോ എന്നോർത്ത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ കൂട്ടി അരച്ചെടുത്താൽ മതിയാവും. അപ്പം അതുപോലെ ഈ ചീര ആദ്യമായിട്ട് അല്ലെങ്കിൽ കറി വെച്ച് കൂട്ടിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇതിങ്ങനെ കുറ്റിയായിട്ട് വളർത്തി നമ്മുടെ വീടുകളിൽ നമ്മുടെ സ്ഥലത്തൊക്കെ ഇങ്ങനെ കുറ്റിച്ചെടിയായിട്ട് വളർന്നോളും. ഇതില്ലെങ്കിൽ വെച്ച് വളർത്തിയാൽ നല്ല ഇടയ്ക്കിടയ്ക്ക് ഒരു തോരൻ കറിക്ക് ഉണ്ടാവും. അപ്പോൾ ചീരക്കറി ഇഷ്ടമുള്ളവർക്കും ഇനി ഇല്ലാത്തവർക്കാണെങ്കിലും ഈ ചീര ഇഷ്ടമാവും കേട്ടോ. ഇതുപോലെ തോരൻ വെച്ച് കൂട്ടും നല്ല അത് നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. ഇടയ്ക്കൊരു പച്ചക്കറി കഴിക്കാൻ നല്ലതാണ്, നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോസ്.